Hi everyone, welcome to Disha Academy. So, നമ്മുടെ റെയിൽവേ എക്സാംസ് എസ്പെഷ്യലി നമ്മുടെ ഗ്രൂപ്പ് ഡി അതുപോലെ തന്നെ NTPC എക്സാംസ് വരാനുണ്ട്. അപ്പോൾ ഈ റെയിൽവേ എക്സാംസിൻ്റെ ഒരു പാറ്റേൺ, ഇപ്പോൾ നടന്ന എക്സാംസിൻ്റെ പാറ്റേൺ ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ GK ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് കറണ്ട് അഫയേഴ്സിനാണ്. കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാം എഴുതിയ കുട്ടികളും കഴിഞ്ഞ എക്സാമുകൾ എഴുതിയ കുട്ടികളും ഇനി പുതിയതായിട്ട് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് കവർ ചെയ്യേണ്ടത്? ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത പല ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സിലെ ഏതൊക്കെ ഏരിയകളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എസ്പെഷ്യലി റെയിൽവേ എക്സാംസിൻ്റെ ഒരു ട്രെൻഡ് പരിശോധിച്ചിട്ടാണ് ഇതിലെ ടോപ്പിക്കുകളെല്ലാം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ റെയിൽവേയുടെ ഇപ്പോൾ നടന്ന എക്സാമുകളുടെ ഒരു ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ JEE അതുപോലെ തന്നെ ALP പോലെയുള്ള എക്സാമുകൾക്കെല്ലാം ചോദിച്ച കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഒരുപാട് പഴയ കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം SSC ആണെങ്കിൽ ഇപ്പോൾ 2024 2022 കറണ്ട് അഫയേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ട്രെൻഡ് റെയിൽവേയിൽ കാണുന്നില്ല. എല്ലാം തന്നെ വളരെ പുതിയ കാര്യങ്ങൾ, അതായത് ഒരു 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കാര്യങ്ങളാണ് എപ്പോഴും ചോദിച്ചു കാണുന്നത്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് മനസ്സിൽ വെക്കുക, 1 വർഷം മുന്നേ ഉള്ള കാര്യങ്ങൾ മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഒരുപാട് ബാക്കിലേക്ക് പഠിക്കേണ്ട, 1 വർഷം മുന്നേ ഉള്ള കാര്യങ്ങൾ മുതൽ പഠിച്ചു തുടങ്ങുക. എന്നാൽ തന്നെ നമ്മൾ ഏകദേശം സേഫായി. അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കേണ്ടത് ലാസ്റ്റ് ഒരു 6 to 12 മന്ത്സിലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, 6 to 12 മന്ത്സിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇപ്പോഴത്തെ ഒരു 6 മാസത്തെ പഠിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് 1 വർഷം ബാക്കിലേക്ക് നോക്കുക. അതായത് ഒരു 2024 ഒരു മാർച്ച് മുതലൊക്കെയുള്ള, അല്ലെങ്കിൽ ഒരു 2024 മുതലുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചു തുടങ്ങാം. ഇനി കറണ്ട് അഫയേഴ്സിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജസ്റ്റ് കേട്ടുകൊണ്ടിരുന്നാൽ പോലെ നിങ്ങളൊരു പെന്നും പേപ്പറും ഒക്കെ എടുത്തിട്ട് വരിക. എന്നിട്ട് ഞാൻ പറയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ എഴുതിയെടുത്തിട്ട്, അതായത് ഇപ്പോൾ അവാർഡ്സ് ആണെങ്കിൽ ഏതൊക്കെ അവാർഡ്സ് നിങ്ങൾ നോക്കണം എന്ന് വരെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. നിങ്ങൾ പ്രിപ്പറേഷൻ്റെ സമയത്ത് ഈ ഏരിയകളെല്ലാം കവർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി ഏതൊക്കെ വെബ്സൈറ്റുകൾ നോക്കി പഠിക്കാമെന്നുള്ള കാര്യവും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, മേജറായിട്ടുള്ള നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ന്യൂസുകളൊക്കെ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കണം, അല്ലേ? അപ്പോൾ നാഷണൽ ഇൻ്റർനാഷണൽ ന്യൂസുകൾ നോക്കണം, പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് നോക്കണം, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് സ്കീമുകൾ നോക്കണം. സ്കീമുകളിലേക്കൊക്കെ വരുമ്പോൾ ഇന്ന സ്കീം ഈ ഒരു മിനിസ്ട്രി കൊണ്ടുവന്നു, അങ്ങനെയല്ല, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുക. ഇപ്പോൾ അതൊരു എന്താ പറയുക, ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാനുള്ള ഒരു സ്കീമാണെങ്കിൽ ആ സ്കീം ആദ്യമായിട്ട് കൊണ്ടുവരുന്നതാണോ എന്ന് ചെക്ക് ചെയ്യുക. ആദ്യമായിട്ട് കൊണ്ടുവരുന്നതല്ലെങ്കിൽ ഇതിനു മുന്നേ ഏത് വർഷമാണ് ഈ സ്കീം കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതെന്ന് കണ്ടുപിടിച്ചിട്ട് അത് നിങ്ങൾ എഴുതി വെക്കുക. ഏത് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്നു എന്ന് നോക്കുക. ആ മിനിസ്ട്രി ഏതാണെന്ന് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ മിനിസ്ട്രിയുടെ ഹെഡ് മിനിസ്റ്റർ ആരാണെന്ന് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഇത് ഫൈനാൻഷ്യലി സഹായിക്കുന്ന ഒരു സ്കീമാണെങ്കിൽ എത്ര രൂപ വരെ സഹായം കിട്ടുന്നുണ്ടെന്ന് നോക്കുക. അതുപോലെ തന്നെ ഈ സഹായം ആർക്കൊക്കെ കിട്ടും, അതായത് ഇപ്പോൾ ചിലപ്പോൾ ചില സ്കീമുകൾ വിധവകളെ സഹായിക്കാനായിരിക്കും, ചിലത് സ്ത്രീകളെ സഹായിക്കാനായിരിക്കും, ചിലത് കുടുംബത്തിലെ സിംഗിൾ ചൈൽഡിനെ സഹായിക്കാനായിരിക്കും, ചിലത് കുടുംബത്തിലെ സിംഗിൾ ഗേൾ ചൈൽഡിനെ സഹായിക്കാനായിരിക്കും. അപ്പോൾ ഏത് ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റുകൾ, അതിൻ്റെ കൂടെ തന്നെ ബഡ്ജറ്റ് പഠിക്കണം. പിന്നെ സ്പോർട്സ് ഇവൻറ്റ്സ് ഉണ്ട്, പിന്നെ അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് പഠിക്കണം, ഇമ്പോർട്ടൻറ്റ് അപ്പോയിൻമെൻറ്റ്സ് പഠിക്കണം, പിന്നെ എന്തെങ്കിലും എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പഠിക്കുക. അതുപോലെ തന്നെ ഒബിറ്ററീസ് നമ്മൾ പഠിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി ഓരോ ടോപ്പിക്കിൽ നിന്നും, ഇപ്പോൾ ജനറലി നമ്മൾ ടോപ്പിക്ക് പറഞ്ഞു, ഇനി ഓരോ ടോപ്പിക്കിൽ നിന്നും എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നാഷണൽ ഇവൻറ്റ്സ് നമ്മൾ പഠിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. നാഷണൽ ഇവൻറ്റ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഇലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, ഇലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ പരമാവധി എല്ലാ സംസ്ഥാനങ്ങളുടെയും തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഇപ്പോൾ ഹരിയാനയുടെ കാര്യം അല്ലെങ്കിൽ ഉത്തർപ്രദേശിൻ്റെ കാര്യമൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഇലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അതുപോലെ തന്നെ
പോളിസീസ് പഠിക്കുക, പുതിയതായിട്ട് കൊണ്ടുവന്ന പോളിസീസ്. അത് കഴിഞ്ഞിട്ട് ക്യാബിനറ്റിൽ എന്തെങ്കിലും റീഷഫ്ലിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ. പിന്നെ മേജർ ഡെവലപ്മെന്റ്സ് ഇൻ എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് വെൽഫെയർ. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, വെൽഫെയർ തുടങ്ങിയ കാര്യങ്ങളിലുണ്ട് മേജർ ഡെവലപ്മെന്റുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുക. പിന്നെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ അത് പഠിക്കുക. ലോഞ്ച് ഓഫ് ന്യൂ ഗവൺമെന്റ് സ്കീംസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ്. പുതിയ ഗവൺമെന്റ് സ്കീമുകളുടെ ലോഞ്ചിനെ പറ്റി പഠിക്കുക. അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് സ്കീം ആയിരുന്നെങ്കിൽ അതിനെ റീലോഞ്ച് ചെയ്തതാണെങ്കിൽ അതിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. പിന്നെ ബഡ്ജറ്റും എക്കണോമിക് റിഫോംസും പഠിക്കുക. ബഡ്ജറ്റൊക്കെ പഠിക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. പിന്നെ ഇന്ത്യസ് G20 പ്രസിഡൻസി 2023 പഠിക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ നാഷണൽ ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ ഇവൻറ്റ്സ്, ലീഗലും പൊളിറ്റിക്കലുമായിട്ടുള്ള നാഷണൽ ഇവൻറ്റ്സ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ ഡേയ്സ് നിങ്ങൾ സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ മേജർ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്ട്സ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. ഏതെങ്കിലും പ്രതിമകളോ പാലങ്ങളോ ഒക്കെ ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്, എവിടെയാണ്, ആരാണ് ഉദ്ഘാടനം ചെയ്തത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്റ്റാച്ചു ആണെങ്കിൽ ആ സ്റ്റാച്ചുവിന് എത്ര ഹൈറ്റ് ഉണ്ട്, ഒരു പാലമാണെങ്കിൽ ആ പാലത്തിന് ഇത്ര ലെങ്ത് ഉണ്ട്, അത് ഏതെങ്കിലും റിവറിന് കുറുകയാണെങ്കിൽ അത് ഏത് റിവറിന് കുറുകയാണ്, അങ്ങനെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ആ റിവറിൻ്റെ ഒറിജിൻ ഏതാണ്, അങ്ങനെ നിങ്ങൾ പഠിക്കണം. ആ റിവർ ഏത് സീയിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ഏത് ഓഷ്യനിലേക്കാണ് പോകുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ കറണ്ട് അഫയേഴ്സും പഠിക്കണം. കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സ്ട്രാറ്റജിക്ക്, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒരു പാലം പണിയുവാണെങ്കിൽ ആ സംസ്ഥാനം ഏതാണ്, ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആരാണ്, അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുക. ആ ഒരു പർട്ടിക്കുലർ സംസ്ഥാനത്തിന് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കവർ ചെയ്യുക. കാരണം അവിടത്തുള്ള ക്വസ്റ്റ്യൻസ് വരാൻ വേണ്ടിയിട്ട് സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ. അപ്പം നാഷണൽ ഇവൻറ്റ്സിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവണം. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അവാർഡ്സ് നോക്കുവാണെങ്കിൽ അവാർഡ്സിൽ ഏതൊക്കെ അവാർഡ്സ് ആണ് നിങ്ങൾ മെയിനായിട്ട് കവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്മ അവാർഡ്സ് നോക്കുക. ഓക്കെ. പത്മശ്രീ, പത്മഭൂഷൺ ഒക്കെ പോലെയുള്ള പത്മ അവാർഡുകളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യണം. അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ്, നാഷണൽ ഫിലിം അവാർഡ്സ് കവർ ചെയ്യണം, ബൂക്കർ പ്രൈസ് കവർ ചെയ്യണം, പിന്നെ സാഹിത്യ അക്കാദമി അവാർഡ്, നാഷണൽ ബ്രേവറി അവാർഡുകൾ, അതായത് ഭരത് അവാർഡ്, ഗീത ചോപ്ര അവാർഡ്, സഞ്ജയ് ചോപ്ര അവാർഡ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഗാലൻട്രി അവാർഡ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. അതായത് പരംവീർ ചക്ര, മഹാവീർ ചക്ര, വീർ ചക്ര, അശോക ചക്ര, കീർത്തി ചക്ര, ശൗര്യ ചക്ര, ഇത്രയും അവാർഡ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾ ഒന്നുകിൽ എഴുതിയെടുക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. പത്മ അവാർഡ്സ്, ഖേൽരത്ന അവാർഡ്, നാഷണൽ ഫിലിം അവാർഡ്സ്, ബൂക്കർ പ്രൈസ്, സാഹിത്യ അക്കാദമി അവാർഡ്, നാഷണൽ ബ്രേവറി അവാർഡ്സ്, അതിനകത്ത് തന്നെ എന്തൊക്കെ വരും, ഭരത് അവാർഡ് വരും, ഗീത ചോപ്ര അവാർഡ് വരും, സഞ്ജയ് ചോപ്ര അവാർഡ് വരും. അതിൻ്റെ കൂടെ തന്നെ ഗാലൻട്രി അവാർഡ്സ്, പരംവീർ ചക്ര, മഹാവീർ ചക്ര, വീർ ചക്ര, അശോക ചക്ര, കീർത്തി ചക്ര, ശൗര്യ ചക്ര, ഇത്രയും അവാർഡ്സ് കിട്ടിയ ആൾക്കാരുടെ പേര്, അവരുടെ ബാക്ക്ഗ്രൗണ്ടും നിങ്ങൾ കൃത്യമായിട്ട് എന്തിനാണ് കിട്ടിയത് എന്നുള്ള കാര്യവും കൂടെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ ഉപയോഗിക്കുക, റിവിഷൻ ചെയ്യുക. ക്വിസ്ലെറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് കേട്ടോ. ക്വിസ്ലെറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് കാർഡുകൾ ഉണ്ടാക്കാം. ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കാം. ക്വിസ്ലെറ്റ് അടിച്ച് നോക്കിയാൽ മതി, കിട്ടും. ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കാം. ഈ ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, കണ്ടിന്യൂസ് റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ള സോഴ്സുകൾ ചോദിച്ചു കഴിഞ്ഞാൽ മാഗസിൻസ് വരും. വീക്ക്ലി മാഗസിൻസ് ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ മന്ത്ലി കമ്പാരിഷൻസ് വരും. അങ്ങനത്തെ സാധനങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പഠിക്കാം. അതിനകത്ത് ചിലപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാവില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യനും വെച്ചിട്ട് ഓരോ പോയിന്റും വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്ത് അതിൽ തന്നെ എഴുതി വെക്കുക. എക്സാമിന് ഒരു മാസം മുന്നേ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിനകത്ത് ചില കാര്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു മിനിസ്റ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹെഡ് അല്ലേ, സെക്രട്ടറി, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യാം, ചിലപ്പോൾ മാറാം. അപ്പോൾ നമ്മൾ നോട്ട് എഴുതി വെച്ച് ചിലപ്പോൾ 6 മാസം കഴിഞ്ഞായിരിക്കും എക്സാം.
അപ്പോഴേക്കും മാറിയിട്ടില്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ഫൈനലി എക്സാമിന് മുന്നേ ഒരു 1 മന്ത് മുന്നേ ഒക്കെ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ സെർച്ച് ചെയ്ത് ഇയാൾ മാറിയിട്ടുണ്ടോ ഇല്ലേന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കാര്യങ്ങൾ പഠിക്കാനായിട്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ തന്നെ ടെലിഗ്രാം ചാനലുണ്ട്, അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽസ് അതിൽ ഷെയർ ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് PDF മെറ്റീരിയൽസ് ഒക്കെ കിട്ടും, കറണ്ട് അഫയേഴ്സിൻ്റെ ആയാലും ഒക്കെ കിട്ടും, GKയുടെയും ബാക്കി സബ്ജക്റ്റിൻ്റെ ഒക്കെ മെറ്റീരിയൽസ് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ടെർബോ എന്ന് പറയുന്നൊരു ബാച്ച് പോകുന്നുണ്ട്, ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ക്ലാസ്സുകളാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാം. കറണ്ട് അഫയേഴ്സ് എന്നല്ല, എല്ലാ സബ്ജക്റ്റും അതിനകത്ത് നമ്മൾ മാക്സിമം ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ പഠിക്കാം. ഇനി അതല്ല, നമുക്കറിയാം യൂട്യൂബിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക്. കാരണം നമുക്ക് എന്താ പറയുക, നമ്മുടെ ഓൺലൈൻ കോഴ്സും ഓഫ്ലൈൻ കോഴ്സുകളും ഉണ്ട്. അപ്പോൾ ആ കുട്ടികളോട് നമുക്ക് കുറച്ചും കൂടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ എക്സ്ട്രാ ടൈം കണ്ടെത്തിയിട്ടാണ് നമ്മൾ യൂട്യൂബിലത്തേക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യണത്. അപ്പം എന്താ പറയുക, കുറച്ചും കൂടെ നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണം. ഡെയിലി എനിക്കൊരു 2-3 മണിക്കൂർ എല്ലാ സബ്ജക്റ്റും പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെർബോ പ്രീമിയം എന്ന് പറയുന്ന ബാച്ചുണ്ട്. ഈ ബാച്ച് വളരെ ചെറിയ ഫീസിനാണ് കോഴ്സ് കൊടുക്കുന്നത്. ഗ്രൂപ്പ് ഡി കോഴ്സ് വളരെ ചെറിയ ഫീസിനാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പഠിക്കാം. അതാണെങ്കിൽ ഡെയിലി ഒരു 2 to 3 hours ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. വീക്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഡേയ്സും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസ് തന്നെയായിരിക്കും ക്ലാസ് ഒക്കെ നടത്തുന്നത്. ഗ്രൂപ്പ് ഡിയുടെ മൊത്തം സിലബസ് അതുപോലെ തന്നെ മെറ്റീരിയൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ 8075753676 എന്ന നമ്പറിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ 7012615062 ഇതിൽ രണ്ടിൽ ഏതെങ്കിലും നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോൺ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് ഫുൾ ടൈം നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ടും കിട്ടും കേട്ടോ. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് യൂസ് ചെയ്യാവുന്നൊരു മെത്തേഡാണ്. ഇനി നമ്മൾ ഇൻ്റർനാഷണൽ ഇവൻറ്റ്സിലേക്ക് വരുന്ന സമയത്ത് ഇൻ്റർനാഷണൽ ഇവൻറ്റ്സിൽ നമ്മൾ മറക്കാതെ പഠിക്കേണ്ട കാര്യങ്ങളാണ്: ട്രേഡ് എഗ്രിമെൻറ്റ്സ് പഠിക്കണം, ഫോറിൻ റിലേഷൻസ് പഠിക്കണം, UN-ൻ്റെ എന്തെങ്കിലും ഇവൻറ്റ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അത് പഠിക്കണം, ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് സമ്മിറ്റുകൾ എവിടെയാണ് നടക്കുന്നത്, എത്രാമത്തെ കോൺഫറൻസ് ആണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ തന്നെ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് പഠിക്കുക, ഒറിജിൻ ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത് അത് പഠിക്കുക. അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കിപ്പോവുക. അത് നിങ്ങൾ സ്റ്റാറ്റിക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഹെൽപ്പ് ചെയ്യും. മാക്സിമം കറണ്ട് അഫയേഴ്സും സ്റ്റാറ്റിക്ക് നിങ്ങൾ ഒന്നിച്ച് കവർ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും കൺവീനിയൻറ്റ്. അപ്പോൾ ഈ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് സമ്മിറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ കോപ്പ് കോൺഫറൻസുകൾ, അതുപോലെ തന്നെ പാരീസ് എഗ്രിമെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കുറച്ചും കൂടി ഒരു പ്രയോറിറ്റി കൊടുത്തിട്ട് പഠിക്കുക. പിന്നെ ഗ്ലോബൽ സ്പോർട്സ് ഇവൻറ്റുകളെല്ലാം തന്നെ കവർ ചെയ്യുക. G20 സമ്മിറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ബ്രിക്സ് സമ്മിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇൻ്റർനാഷണൽ ഇവൻറ്റ്സിൽ നിങ്ങൾ കമ്പൽസറി ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടാവണം. അഡീഷണൽ പോയിന്റ്സ് എക്സ്ട്രാ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കവർ ചെയ്യണം. അത് നിങ്ങൾ മാഗസിൻസിലൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾക്കത് നോക്കി വെച്ച് പഠിക്കാം. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിന്ന് വിട്ടു പോകുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. പിന്നെ സ്പോർട്സ് ഇവൻറ്റ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും കവർ ചെയ്തിരിക്കേണ്ട സ്പോർട്സ് ഇവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ICC മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ്, ICC വുമൺസ് T20 വേൾഡ് കപ്പ്, ഫിഫ വുമൺസ് വേൾഡ് കപ്പ്, AFC ഏഷ്യൻ കപ്പ്, ഏഷ്യ കപ്പ്, സമ്മർ ഒളിമ്പിക്സ്, നാഷണൽ ഗെയിംസ് ഓഫ് ഇന്ത്യ, കോമൺവെൽത്ത് ഗെയിംസ്, IPL. അത് കഴിഞ്ഞിട്ട് ഓക്കെ, ഇത് അവാർഡ്സിന് ഇങ്ങോട്ട് എടുത്തു വെച്ചപ്പോൾ മാറിപ്പോയത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഓർക്കുക, ഈ 3 അവാർഡ്സും സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ അവാർഡ് കിട്ടിയ ആൾക്കാരുടെയും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അതായത് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ്, അർജുന അവാർഡ്, ദ്രോണാചാര്യ അവാർഡ്, ഇതൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ എക്സാമിന് മുന്നേ കൊടുക്കുകയാണെങ്കിൽ അത് കിട്ടിയ എന്താ പറയുക ഇയേഴ്സ് ആൾക്കാർ, അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ട് കൊടുക്കുന്നു, ഏത് ഫീൽഡിൽ കൊടുക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 3 അവാർഡ്സും കൂടെ നിങ്ങളൊന്ന് നോക്കുക സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, പിന്നെ അപ്പോയിൻമെൻറ്റ്സ് വരുന്ന സമയത്ത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അതുപോലെ തന്നെ മിനിസ്ട്രീസ് ഒക്കെ
നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയ അപ്പോയിൻമെൻറ്റ് നടക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് ഇപ്പം ഹോം മിനിസ്റ്റർ, ഫിനാൻസ് മിനിസ്റ്റർ, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ മാറിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ മാറിയ ആൾക്കാരുടെ പേര്, മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പേര്. അതുപോലെ തന്നെ ഇവർ അടുത്ത കാലത്ത് എന്തെങ്കിലും ഇനാഗുറേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഏതെങ്കിലും ഒരു ബ്രിഡ്ജിൻ്റെയോ സ്റ്റാച്യൂൻ്റെയോ ഒക്കെ ഇനാഗുറേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾക്ക് എന്താ പറയുക, ഈ ഗൂഗിൾ ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഗൂഗിൾ ചെയ്ത് നമുക്ക് എല്ലാം, ഇപ്പോൾ ടെക്നോളജി നമ്മുടെ വിരൽ തുമ്പിലാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻ വീഡിയോസ് കാണാം, PDF പഠിക്കാം, ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാം അല്ലേ. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം. അല്ലെങ്കിൽ മാഗസിൻസ് എന്തെങ്കിലും വാങ്ങിക്കാം. പെയ്ഡ് മാഗസിൻസ് ഉണ്ട്, ഒക്കെ അവൈലബിൾ ആണ്. PDF ഒക്കെ തരുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അങ്ങനത്തെ വെബ്സൈറ്റുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ന്യൂസ് പേപ്പർ, ഹിന്ദു ന്യൂസ് പേപ്പറൊക്കെ പഠിക്കുന്നത് വളരെ നല്ലൊരു എന്താ പറയുക കാര്യമാണ്. അപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ നമ്മൾ റാൻഡമായിട്ട് ന്യൂസ് പേപ്പർ ഒരുപാട് കാര്യങ്ങൾ വരും അല്ലേ. അങ്ങനത്തെ എന്താ പറയുക, ഒരു സിനിമ നടൻ്റെ കാര്യം, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ കള്ളുപിടിച്ച് ബഹളം ഉണ്ടാക്കിയ കാര്യം, കഞ്ചാവ് പിടിച്ച കാര്യം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ഫോക്കസ് എവിടെയാണ്, ഇങ്ങനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ വായിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ നോട്ട് ചെയ്തെടുക്കുക. പിന്നെ ഗവർണേഴ്സ് ആൻഡ് ഹെഡ്സ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കണം. നമ്മുടെ RBI, സെബി ചെയർമാൻ ആരാണ്, അതുപോലെ തന്നെ PSU ഹെഡ്സ് ആരാണെന്ന് നോക്കുക. ONGCയുടെ ചെയർമാൻ ആരാണ്, എയർ ഇന്ത്യ CEO, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ IOCയുടെ CEO, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കുക. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും നിങ്ങൾ വിട്ടുപോകരുത്. ഇതെല്ലാം തന്നെ എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിൻ്റെ കൂടെ തന്നെ ഇൻ്റർനാഷണൽ അപ്പോയിൻമെൻറ്റ്സ് നോക്കുക. ഇൻ്റർനാഷണൽ അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് എന്തൊക്കെയാണ്, നമ്മുടെ UN അപ്പോയിൻമെൻറ്റ്സ് വരും, IMF, വേൾഡ് ബാങ്ക് അപ്പോയിൻമെൻറ്റ്സ്, ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ അപ്പോയിൻമെൻറ്റ്സ്, അതുപോലെ തന്നെ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിലുള്ള അപ്പോയിൻമെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ CAG, NHRC, CVC തുടങ്ങിയ ആൾക്കാരുടെ അപ്പോയിൻമെൻറ്റ്സ് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആൾക്കാർ ആരാന്ന് പഠിക്കുക. അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്, ചീഫ് ഓഫ് എയർ സ്റ്റാഫ്, ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ്, UN സെക്രട്ടറി ജനറൽ, ഡയറക്ടർ ജനറൽ ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WHO, അതുപോലെ തന്നെ IB, ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ചീഫ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരാന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, എക്സാമിന് ഒരു മാസം മുന്നേ ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കുക. മാക്സിമം ഞാൻ പ്രിഫർ ചെയ്യുന്നത് അപ്പോയിൻമെൻറ്റ്സ് നിങ്ങൾ മാറ്റി വെക്കുക. അപ്പോയിൻമെൻറ്റ്സ് നിങ്ങൾ എപ്പോൾ പഠിക്കണം, അപ്പോയിൻമെൻറ്റ്സ് നിങ്ങൾ എക്സാമിന് ഒരു 2 വീക്സ് മുന്നേ ഒക്കെ, ഫൈനൽ റിവിഷൻ്റെ സമയത്ത് അപ്പോയിൻമെൻറ്റ്സ് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ഒരു 1 മന്ത് മുന്നേ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാമെന്ന് എഴുതിയെടുക്കാം. അതിനുശേഷം ഒരു 2 വീക്സ് മുന്നേ ഒക്കെ തന്നെ നിങ്ങൾ അപ്പോയിൻമെൻറ്റ്സ് പഠിച്ചാൽ മതി. കാരണം അത് എപ്പോഴും മാറി മാറി വരാൻ സാധ്യതയുള്ള കാര്യമാണ്. അതല്ലാതെ ഇപ്പോൾ അവാർഡ് വിന്നേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും മാറത്തില്ല അല്ലേ. അപ്പോൾ അതൊക്കെ വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കറക്റ്റായിട്ട് പഠിച്ചു പോകാം. അപ്പോയിൻമെൻറ്റ്സ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സിൽ എക്സാമിനോട് അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ മാറിപ്പോയാലും നമുക്ക് ഓപ്ഷനിൽ 2 ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി വളരെ ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനും വളരെ സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആരെയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊളിറ്റിക്സിലുള്ള ഇമ്പോർട്ടൻ്റ് ഫിഗേഴ്സ് ആരെങ്കിലും അടുത്ത കാലത്ത് മരിച്ചു പോയിട്ടുണ്ടോ എന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, നാഷണൽ ആയാലും ഇൻ്റർനാഷണൽ ആയാലും ശരി, അങ്ങനെ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവർ ഇതുവരെ നയിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു അസോസിയേഷൻ്റെ ഒക്കെ ഹെഡായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും മേജർ പോളിസീസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ഒരു ഭരണത്തിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. ഇത് കൂടാതെ ഇവരേതെങ്കിലും ബുക്സ് എഴുതിയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കുക. ബുക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. എക്സ്പെഷ്യലി ഓട്ടോബയോഗ്രാഫിയൊക്കെ, നമ്മുടെ ആത്മകഥയൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവരുടെ എന്തെങ്കിലും ബുക്സ് ഉണ്ടെങ്കിൽ അത് പഠിക്കുക. ലൈക്ക് ഏതൊക്കെ ബുക്കാണ് അവർ എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യം പഠിക്കുക. അതുപോലെ തന്നെ ഓട്ടോബയോഗ്രഫി പഠിക്കുക, ഏതാണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ പൊളിറ്റിക്സ് മാത്രമല്ല, സ്പോർട്സ്, പൊളിറ്റിക്സ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ആർട്സ്, ലിറ്ററേച്ചർ, എൻ്റർടൈൻമെൻറ്റ് ഫീൽഡുകളിലുള്ള ഏതെങ്കിലും ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഇമ്പോർട്ടൻ്റ് ആണ്.
സോഷ്യൽ ആക്ടിവിസത്തിൽ വരുന്ന ആരെങ്കിലും, ഓക്കെ, ആക്ടിവിസ്റ്റുകൾ ആരെങ്കിലും ഒക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, അവർ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്തത്, അവർക്ക് എന്തെങ്കിലും വിശേഷണമുണ്ടോ, ഇപ്പോൾ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ എന്തെങ്കിലും വിശേഷണം ഉണ്ടെങ്കിൽ അത് പഠിക്കുക. അവരെന്തെങ്കിലും ബുക്ക് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ അത് പഠിക്കുക. ഓട്ടോബയോഗ്രഫി ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് പഠിക്കുക. അവർ ഏത് ഫീൽഡിലെ ആളായിരുന്നു എന്ന് നോക്കുക. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും അവാർഡ്സ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ പഠിക്കുക. ഓക്കെ, അവർക്ക് എന്തെങ്കിലും അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഓൾമോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന വെബ്സൈറ്റ് ആണ്, ഒന്ന് ഹിന്ദുവിൻ്റെ വെബ്സൈറ്റ്, ഒന്നുകിൽ ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് വാങ്ങിച്ച് വായിക്കാം ഫിസിക്കൽ ഫോമിൽ, അതല്ലെങ്കിൽ ഹിന്ദുയുടെ വെബ്സൈറ്റ് www.thehindu.com. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യണത് ഹിന്ദു ന്യൂസ് പേപ്പർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് നോക്കാം, എക്കണോമിക് ടൈംസ് ഉണ്ട്, GK ടുഡേ ഉണ്ട്, പിന്നെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വെബ്സൈറ്റ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഇനി അതല്ല നമ്മൾ കുറച്ച് മലയാളത്തിലാണ് പ്രിഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പൈലേഷൻസ് നിങ്ങൾക്ക് എടുത്തിട്ട് പഠിക്കാം. ഓക്കെ, കമ്പൈലേഷൻസ് എടുത്തിട്ട് പഠിക്കാം. വീക്ക്ലി കമ്പൈലേഷൻസ് അല്ലെങ്കിൽ മന്ത്ലി കമ്പൈലേഷൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ ബുക്സ് വാങ്ങിച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധം കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കുറച്ച് എക്സ്ട്രാ നമുക്ക് വേണ്ട എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്യാവശ്യമുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ സെഷൻ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. നല്ലോണം തന്നെ പഠിക്കുക. ഇപ്പോൾ കഴിഞ്ഞ എക്സാംസിൻ്റെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ്, ആ റാങ്ക് മേക്കിംഗ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് വരുന്നത്. നമുക്കറിയാം ഇപ്പോൾ റിസൾട്ട് വന്ന ALP പോലുള്ള എക്സാമുകൾക്കെല്ലാം തന്നെ കട്ട് ഓഫ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഈ കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കൂടെ ആൻസർ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഒരു റാങ്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും. അത് മനസ്സിൽ വെച്ച് പഠിക്കുക. 2024 മുതലുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം തന്നെ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ന്യൂസ് പേപ്പേഴ്സ് ഒന്നും വായിക്കാൻ ഇനി സമയമില്ല എന്നുണ്ടെങ്കിൽ കമ്പൈലേഷൻസ് വെച്ചിട്ടായാലും പഠിക്കുക. അഡീഷണൽ പോയിന്റ്സ് നിങ്ങൾ എഴുതി വയ്ക്കുക. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്.